ഹലോ, എല്ലാവർക്കും വൈകുന്നേരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ കുറച്ച് ലേറ്റ് ആയി എന്നറിയാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ബാംഗ്ലൂര് കുറച്ച് ക്ലൈമറ്റ് മാറി മറിഞ്ഞിങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് രണ്ട് പിള്ളേരാണ്. അപ്പോൾ അവർക്ക് തീരെ വയ്യ, പനിയും ചുമയൊക്കെ ആയിരുന്നു. എനിക്കും തീരെ വയ്യായിരുന്നു. ഓൾമോസ്റ്റ് ഒരു മൂന്നാഴ്ചത്തോളം നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചുമയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഒന്ന് ആശ്വാസമായത്. ഓക്കെ, അപ്പൊ പിള്ളേരെ ഹോസ്പിറ്റലും ഡോക്ടറെ അടുത്തേക്ക് ആയിട്ട് അങ്ങനെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അധികം സംസാരിച്ച് നമ്മൾ വൈകിക്കുന്നില്ല. അപ്പൊ നേരിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ അക്വേറിയം പ്ലാന്റ്സ് കെയർ, അതായത് ഇപ്പൊ ഞാൻ യൂട്യൂബിലും അവിടേക്കും ഒരുപാട് വീഡിയോസ് കണ്ട് ഞാൻ അത് സെയിം കാര്യം എന്റെ ഒരു അക്വേറിയത്തില് ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയി തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു കേരളത്തിലത്തെ ഒരു വാട്ടർ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ അക്വേറിയം പ്ലാന്റ്സ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 പാർട്ടായിട്ട് നമുക്ക് അതിനെ തിരിക്കാം. അതായത് ഒന്ന് റൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, ഇത് മാത്രം ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്ന 80% ഫെർട്ടിലൈസർ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന, അതായത് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ്. പിന്നെ 20% വാട്ടർ കോളം, അത് പ്ലസ് ഓർ മൈനസ് എന്നൊക്കെയും പറയാം. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പ്യൂർലി വാട്ടർ കോളത്തിൽ നിന്ന് ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റ്സ്, അതായത് സ്റ്റെം പ്ലാന്റ്സ് എന്ന് പറയും. പിന്നെ ഒരു മൂന്നാമത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ്. അതും പ്യൂർലി വാട്ടർ കോളത്തിൽ നിന്നാണ് ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ റൂട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളിപ്പോ ഒരു പുതിയൊരു അക്കാസോയില്, അതായത് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വലിയ ബ്രാൻഡഡ് അല്ലാത്ത നോർമൽ KG 200-250 റേഞ്ച് വരുന്ന ഒരു അക്വാസോയിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2 months അതിന്റെ ഫെർട്ടിലൈസർ ഓൾമോസ്റ്റ് കഴിയും. അപ്പോ റൂട്ട് പ്ലാന്റ്സ് അതിനകത്ത് വെക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 month കഴിയുമ്പോഴേക്കും ഒരു റൂട്ട് പ്ലാന്റ്സ് അതിന്റെ ഫെർട്ടിലൈസറിന്റെ ഡെഫിഷ്യൻസി കാണിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് റൂട്ട് ടാബ് നമ്മൾ എന്തായാലും യൂസ് ചെയ്തേ പറ്റും. നമ്മൾ ഒരിക്കലും മറ്റേ വാട്ടർ കോളം, അതായത് നമുക്ക് അക്വേറിയം ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ബോട്ടിൽസ്, മൈക്രോ, മാക്രോ, K++ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫെർട്ടിലൈസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ വാട്ടർ കോളം ഡോസേജിനാണ് മെയിൻ ആയിട്ട് യൂസേജ് വരുന്നത്. നിങ്ങളുടെ അക്വേറിയത്തിൽ ഇപ്പൊ റൂട്ട് പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ അക്വേറിയത്തിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ വാട്ടർ കോളം ഡോസേജ് ചെയ്യുന്ന ഇത് അക്വേറിയത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും വരുന്നില്ല. കാരണം ഈ റൂട്ട് പ്ലാന്റ്സ് മെയിൻ ആയിട്ട് അബ്സോർപ്ഷൻ വരുന്നത് സോയിലിൽ നിന്നായതുകൊണ്ട് ഈ വാട്ടർ കോളം ഡോസിങ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. വളരെ തുച്ഛമായ രീതിയിലുള്ള അബ്സോർപ്ഷൻ മാത്രമേ നടക്കൂ. അതൊരു പ്ലാന്റിന്റെ ഗ്രോത്തിന് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ നിങ്ങൾ റൂട്ട് പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു 1.5 month കഴിയുമ്പോൾ ഒരു റൂട്ട് ടാബ് എന്തായാലും അതിനകത്ത് അക്വേറിയത്തിനകത്ത് സോയിലിൽ വെച്ച് കൊടുക്കണം. അത് ഒരിക്കലും സോയിലിന്റെ മുകളിൽ വരാൻ പാടില്ല. സോയിലിന്റെ ഉള്ളില് ഫുള്ളായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ആ റൂട്ട് ടാബ് പ്ലേസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഡയറക്റ്റ് വെള്ളമായിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് വെള്ളമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ റൂട്ട് ടാബിലുള്ള ഫെർട്ടിലൈസർ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഭയങ്കരമായിട്ട് ലീക്കായി പോകാൻ ചാൻസസ് കൂടുതലാണ്. അത് പിന്നീട് ആൽഗ ഗ്രോത്തിനൊക്കെ കാരണമാകും. അതേപോലെ തന്നെ നമ്മളിപ്പോ റൂട്ട് പ്ലാന്റ്സ് ഇരിക്കുന്ന അക്വേറിയത്തില് ഒരുപാട് വാട്ടർ കോളം ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-20% മാത്രമേ ഈ റൂട്ട് പ്ലാന്റ്സ് ഈ ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഫെർട്ടിലൈസർ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. അതിപ്പോ ഈ ലൈറ്റും കൂടി ആകുമ്പോൾ അത് ആൽഗ ഗ്രോത്തിന് വളരെയധികം കാരണമാകും. അപ്പോൾ നിങ്ങൾ റൂട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ എന്തായാലും റൂട്ട് ടാബ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉപയോഗിക്കണം എന്നൊരു രീതിയിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന റൂട്ട് പ്ലാന്റ്സ് മേടിക്കാൻ ശ്രമിക്കുക അക്വേറിയത്തിന്. അത് നിങ്ങൾ അക്വേറിയത്തിൽ പോയി പ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 100% പ്രോപ്പറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത് ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഒരു മെമ്മറിയിൽ ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കാം. ഷോപ്പുകാരെ ചോദിച്ചാൽ ഒരു കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു 80% നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് ഇത് റൂട്ട് പ്ലാന്റ്സ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം 80% കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ റൂട്ട് പ്ലാന്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു റൂട്ട് ടാബ് എന്നുള്ള സംഭവം ഒരു 1.5, അതായത് സോയിലിന്റെ ഒപ്പം ഒരു റൂട്ട് ടാബ് 1.5 മാസം കഴിഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങും എന്ന രീതിയിലേക്ക് എപ്പോഴും ഒരു ചിന്ത ഉള്ളത് നല്ലതാണ്. അത് ഒരു ടൈപ്പ് മെത്തേഡാണ്. പിന്നെയുള്ള സ്റ്റെം പ്ലാന്റ്സ് ആണ്. സ്റ്റെം പ്ലാന്റ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഇങ്ങനെ വടി പോലെ ഇങ്ങനെ വന്ന് ഫുള്ള് സൈഡിൽ ലീവ്സ് ഒക്കെ ആയിട്ട്. എന്റെ അക്വേറിയത്തില് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെം പ്ലാന്റ്സ് ആണ്.
ലൈറ്റ് ഒന്ന് ഡിം ആവുന്നുണ്ടല്ല, ഞാൻ വെച്ചിരിക്കുന്ന ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് ഡിമ്മായി പോകുന്നു. ഓക്കെ, അപ്പോ ആ അതാണ് സ്റ്റെം പ്ലാൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ സോയിലിൽ നിന്ന് ഇങ്ങനെ പൊന്തി ടോപ്പ് വരെ ഭയങ്കര ഫാസ്റ്റ് ആണ് അവരെ ഗ്രോത്ത്. അപ്പൊ ആ ടൈപ്പ് പ്ലാന്റ്സിന് നമ്മൾ പറയും ഏകദേശം എന്താ പറയാ, ഈ വാട്ടർ കോളം ഡോസേജ് ആണ് ആക്ച്വൽ, അത് ഈ ലിക്വിഡ് ഡോസേജ്, അതായത് മൈക്രോ മാക്രോ K++ ഇതൊക്കെയാണ് ഈ പറയുന്ന വാട്ടർ കോളം ഡോസേജ് ഡോസേജിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന സ്റ്റെം പ്ലാന്റ്സിന് വേണ്ടത്. അവര് ഇങ്ങനെ സോയിലിൽ നിന്ന് അബ്സോർഷൻ നേരെ ഉൾട്ടാന്ന് പറയാം. അതായത് ഇപ്പോ മറ്റേ 80% റൂട്ട് പ്ലാൻ മറ്റേ സോയിലിൽ നിന്ന് അബ്സോർഷൻ നടക്കുന്നു, 20% വാട്ടർ കോളത്തിന് അബ്സോർഷൻ നടക്കുന്നു. ഈ സ്റ്റെം പ്ലാന്റ്സ് ആണെങ്കിൽ 80% അബ്സോർഷൻ, 80 മേലെ അബ്സോർഷൻ നടക്കുന്നത് വാട്ടർ കോളത്തിൽ നിന്നാണ്. വെറും 10-50% നോട്ട് ചെയ്യുമ്പോൾ അതുപോലും ഉണ്ടാവില്ല ആണ് റൂട്ടിൽ നിന്ന് അബ്സോർഷൻ നടക്കുന്നത്. അപ്പൊ നമ്മള് സ്റ്റെം പ്ലാന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മൊത്തം നമ്മൾ മേടിക്കണം, അതെല്ലാം മേടിക്കണം. മൈക്രോ മേടിക്കണം, മാക്രോ മേടിക്കണം, ഈ പറയുന്ന K++ എല്ലാം നമ്മൾ മേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നിനും ഓരോ വർക്കിംഗ് ആണ് ഈ ഒരു പ്ലാന്റ്സിന്റെ ബോഡിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം ഒരു മൾട്ടി സെല്ലുലാർ സിസ്റ്റം. അതായത് നമ്മളിപ്പോ ഫെർട്ടിലൈസർ ഇപ്പൊ നമ്മള് അക്വേറിയത്തിൽ ഒരു പ്ലാന്റ്സ് മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതിങ്ങനെ ഇരിക്കുന്നത് വിചാരിച്ച് ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഇരിക്കണമെന്നില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, ഒരു മൾട്ടി സെല്ലുലാർ സിസ്റ്റമാണ്. അപ്പൊ ആ ഒരു പ്ലാന്റ് ഒരു ഫെർട്ടിലൈസർ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് വെള്ളത്തിൽ വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 2 വീക്കോളം ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പ് കിട്ടിയ ഫെർട്ടിലൈസറും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് 2 വീക്ക് കഴിയുമ്പോൾ ആ ഫെർട്ടിലൈസർ കുറഞ്ഞു തുടങ്ങും. അപ്പോഴാണ് പയ്യെ ഇത് വാടി തുടങ്ങുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളിപ്പോ ഒരു അക്വേറിയത്തിൽ പോയിട്ട് പ്ലാന്റ്സ് അവര് ഇറക്കിയ പ്ലാന്റ്സ് ഏകദേശം ഒരു കഴിയാറാവുന്ന ഒരു സമയം, ഒരു ടൈം പീരീഡ്, ഒരു പുതിയ പ്ലാന്റ്സിന്റെ സെക്ഷൻ അവർ അക്വേറിയത്തിൽ ഇറക്കി കഴിഞ്ഞിട്ട് കുറെ പേര് മേടിച്ചു കൊണ്ടുപോയി ഒരു 1 വീക്ക് 2 വീക്ക് അടുത്താവുമ്പോഴേക്കും കുറെ പഴയ പ്ലാന്റ്സുകൾ അതിന്റെ അതെങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഒരു ചെറിയ ബ്ലാക്ക് കളർ ചെറിയ ചട്ടി പോലെ ഇതിനകത്താണ് ഈ പ്ലാന്റ്സ് വരുന്നത്. അതിനകത്ത് സ്പോഞ്ച് പോലത്തെ സിസ്റ്റം ഉണ്ട്, അതിനകത്ത് കുറച്ച് ചരലുണ്ട്. അപ്പൊ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഓൾമോസ്റ്റ് 2 വീക്ക് ആകുമ്പോഴേക്കും കഴിഞ്ഞു തുടങ്ങി. അപ്പോ അതുകൊണ്ടാണ് പിന്നെ 2 വീക്ക് കഴിയുമ്പോഴേക്കും അതിങ്ങനെ വാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരു പ്ലാന്റ്സ് മൾട്ടി സെല്ലുലാർ ആയതുകൊണ്ട് ഒരു 2 വീക്കോളം ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കും. അപ്പോ നമ്മളിപ്പോ പ്ലാന്റ്സ് വെച്ചിട്ട് ഈ ഫെർട്ടിലൈസർ, ഞാൻ വീട്ടിൽ പ്ലാന്റ്സ് കൊടുത്ത് വെച്ചു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പോ ഒരു കണക്കിന് ശരിയാണ്. കാരണം പ്ലാന്റ്സ് സ്റ്റോറേജ് ഒരുപാട് സ്റ്റോറേജ് ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച 3 വരാം, ഡിപ്പെൻസ് ആണ്. അത് പ്ലാന്റ്സിന്റെ ലെങ്ത്തും വലിപ്പൊക്കെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻസ് ആണ്. അപ്പോ എന്തായാലും നോർമലായിട്ട് ഒരു വാട്ടർ കോളം ഡോസേജ്, അതായത് ഈ സ്റ്റെം പ്ലാന്റ്സ് നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തേ പറ്റും. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതിന്റെ ആവശ്യം വരും, അല്ലെങ്കിൽ അതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ ആ പ്ലാന്റ് എന്തായാലും കാണിക്കും. ഒരിക്കലും ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാണ്ട് നോർമൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായ ഒരു അക്വേറിയത്തില് പ്ലാന്റ്സ് വളർത്തി കൊണ്ടുവരാൻ ചെയ്യണവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തില് മീനുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവര് ഭക്ഷണം കഴിച്ച് ഉണ്ടാകുന്ന വേസ്റ്റും ഓൾമോസ്റ്റ് ഒരു ഫെർട്ടിലൈസർ ആണ്. ഈ ഫെർട്ടിലൈസർ ഈ പ്ലാന്റ്സുകളുടെ ആവശ്യമുള്ള നൈട്രജൻ, ഫോസ്ഫേറ്റ്, ആ വക സംഭവങ്ങളെല്ലാം ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അത് സോയിലിൽ പോയി സോയിലിൽ നിന്ന് പ്ലാന്റ്സുകൾ അബ്സോർബ് ചെയ്യും, കുറെ വാട്ടർ മിക്സ് ആവും, അത് ഈ പറയുന്ന സ്റ്റെം പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അപ്പോ അതൊരു സൈക്കിളാണ്. അപ്പോ അത് വളരെ പാടാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ ആ സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാനൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്ലാന്റ് അക്വേറിയം പരിപാടിക്ക് ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പോ അത് എത്രത്തോളം അത് സക്സസ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം ഓരോ പ്ലാന്റ്സിനും ഫോസ്ഫേറ്റ് കാര്യങ്ങൾ, അതുപോലെ ആ കരുതുള്ള എല്ലാ പ്ലാന്റ്സിനും അത്ര റിക്വയർമെന്റ്സ് ഉണ്ട്. അത്രയും റിക്വയർമെന്റ്സ്, ഒരു 10 സ്റ്റെം പ്ലാന്റ്സും ഒരു 5 റൂട്ട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഇവറ്റങ്ങൾക്ക് ആവശ്യമായ ഈ പ്ലാന്റ്സുകൾക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫേറ്റ് ഒക്കെ ഏകദേശം എത്രയാണെന്നുള്ള കാര്യം നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോ നമ്മള് അതിന്റെ ഒപ്പം കുറച്ച് ഫിഷസിനും കൂടെ ആഡ് ചെയ്ത് എത്ര ഫിഷസിനെ ആഡ് ചെയ്താലാണ് ഇവറ്റങ്ങൾക്കുള്ള നൈട്രജൻ, ഫോസ്ഫേറ്റ്, അത് എത്ര ഫിഷ് വേസ്റ്റ് ചെയ്യുന്നതാണ് ഈ നൈട്രജനും ഫോസ്ഫേറ്റും പൊട്ടാസ്യം കിട്ടാന്നുള്ള കാര്യം നമുക്ക്. അപ്പോ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക, റൂട്ട് ടാപ്പ് യൂസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് തന്നെയാണ് നമ്മുടെ മുന്നിൽ.
പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് വെള്ളത്തില്, അതായത് ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിന് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ അവറ്റങ്ങൾ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ഈ ലൈറ്റിന്റെ ഒക്കെ അടുത്തായിരിക്കും ഫ്ലോട്ടിംഗ് പ്ലാന്റ് ഓൾമോസ്റ്റ് ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ലൈറ്റിന്റെ അടുത്താണ് കാർബൺ ഡയോക്സൈഡ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വാട്ടർ കോളത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഫെർട്ടിലൈസർ ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അപ്പൊ ഒരു അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഡോസേജ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ഒരു പ്ലാന്റ് അക്വേറിയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ, അതായത് റൂട്ട് ടാബ് പ്ലസ് റൂട്ട് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ പ്ലസ് സ്റ്റെം പ്ലാന്റ്സ്, അതിന്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കൊണ്ട് കുറച്ച് മേടിച്ചിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ സൈഡിയം പരിധിക്ക് മേലെ അത് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ലൈറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനെങ്കിൽ കുറച്ച് ബ്ലോക്ക് ആയി നിൽക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ട് വേണം അത് നോക്കാം, കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഈ പറയുന്ന ഡോസേജ് റെജിമെന്റ് എന്ന് പറയുന്നത് റൂട്ട് ടാബിനായാലും ആ മേടിക്കുന്ന റൂട്ട് ടാബിന് പുറത്ത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ എത്ര ഡിസ്റ്റൻസിലുള്ള സ്ക്വയർ ഫീറ്റിലുള്ളതിലേക്കാണ് ഒരു റൂട്ട് ടാബ് എന്നതിനെ കുറിച്ച് കറക്റ്റ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. റൂട്ട് ടാബ് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റൂട്ട് ടാബ് മേടിക്കുക. ഭൂരിഭാഗം റൂട്ട് ടാബിലും നൈട്രജൻ ഫോസ്ഫേറ്റ് ആണ് വരുന്നത്. ബാക്കി വല്ല പ്രത്യേകിച്ച് മൈക്രോ വലിയ കാര്യമായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ അത്രയും ടോപ്പ് ക്വാളിറ്റി ടോപ്പ് കോസ്റ്റ്ലി പോകണം. അപ്പൊ ഭൂരിഭാഗം അതിന്റെ ഒരു ബേസ് മിനിമത്തിൽ നൈട്രജൻ ഫോസ്ഫേറ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചെറിയൊരു മിസ്പ്ലേസ് വന്നാൽ ഒരു ആകെ കരുതൽ പറയും. അപ്പോ ഞാൻ എന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ആ ലിക്വിഡ് ഫെർട്ടിലൈസറിന് ഓൾറെഡി ഒരു ഡോസേജ് റെക്കമെൻഡേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അതായത് 10 ലിറ്റർ വെള്ളത്തിന് 1 ml ഒഴിച്ചു കൊടുക്കുന്നത് ഓൾറെഡി ഒരു ഡോസേജ് അവർ എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ അക്വേറിയത്തിന്റെ മോളിൽ താഴോട്ട് നോക്കുമ്പോൾ ഈ സോയില്, അതായത് ഈ പ്ലാന്റ്സ് ഓൾറെഡി ഉണ്ടാവും അതിൻ്റെ അകത്ത്. നമ്മൾ അക്വേറിയത്തിന്റെ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ പ്ലാന്റ്സ് കുറച്ച് ഭാഗത്തും സോയിൽ കുറച്ച് ഭാഗത്തായിട്ട് സോയിൽ പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ, അതായത് പ്ലാന്റ്സ് മൊത്തം സ്പ്രെഡ് ആവാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം ഏരിയ, അതായത് ഓൾമോസ്റ്റ് ഒരു 40% ഏരിയ എക്സ്പോസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, അത് ഈ സോയിൽ എക്സ്പോസ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലാന്റ്സിന്റെ എണ്ണം കുറവാണ്, പ്ലാന്റ്സിന്റെ എണ്ണം അധികമില്ല. അപ്പോ ഇവര് പറയുന്ന റെക്കമെൻഡ് ഡോസേജ്, അതായത് 10 ലിറ്ററിന് 1 ml എന്ന് പറയുന്ന ആ ഒരു ഡോസേജ് ഹാഫ് ആക്കുക, അതായത് 0.5 ml എന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക. ലൈറ്റ് കുറയ്ക്കുക. ഈ 2 പ്രോസസ്സ് എന്തായാലും ചെയ്തിരിക്കണം. ഈ പറയുന്ന ലോ പ്ലാന്റ്സ് ആണ്, അതായത് ഈ സോയിൽ 40% എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ, അക്വേറിയത്തിന് മുകളിൽ നോക്കുമ്പോൾ 40% എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ഡോസേജ് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10 ലിറ്ററിന് 1 ml അത് 0.5 ml ആക്കി കുറയ്ക്കുക. എല്ലാ ലിക്വിഡ് ഡോസേജും 0.5 ml ആക്കി കുറയ്ക്കുക. അതുപോലെ തന്നെ ലൈറ്റ് ഓൾമോസ്റ്റ് ഹാഫ് ആക്കുക. ഒരിക്കലും ഫുൾ ഡോസിൽ ഫുൾ സ്ട്രെങ്തിൽ ലൈറ്റ് ഇടരുത്. ഫുള്ള് ഈ കുറയ്ക്കുക. നമ്മൾ എപ്പോഴാണ് ഇത് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സോയിൽ ഒന്നും കാണാതെ ഫുൾ കവറേജ് ആയി പ്ലാന്റ്സ്. അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് ഈ 10 ലിറ്ററിന് 1 ml എന്ന് പറയുന്ന ആ ഒരു ഡോസേജിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്താം. പ്ലസ് ലൈറ്റ് കൂട്ടാം, ലൈറ്റ് മാക്സിമം സ്ട്രെങ്തിലേക്ക് കൂട്ടാം. ഇതാണ് ഓൾമോസ്റ്റ് എന്താ പറയാ, വലിയ കാര്യമായിട്ട് ആൽഗകളൊന്നും വരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് തുടക്കത്തുകാർക്ക് കുറച്ച് പാടായിരിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ആ ഒരു എന്താ പറയാ പോയിന്റിലേക്ക് നമ്മൾ എത്താം. അതിന് കുറച്ച് സമയം എന്തായാലും നമ്മൾ പിടിക്കും. ഇപ്പൊ എന്റെ അക്വേറിയത്തിൽ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പ്ലാന്റ്സ് മെൽറ്റ് ചെയ്ത് പോകണതാണ്. മെൽറ്റ് ചെയ്ത് പോകണ ഇപ്പൊ ഫ്രഷ് ആയ പ്ലാന്റ്സ് ആയിരിക്കുമ്പോൾ മെൽറ്റ് ചെയ്ത് പോകും. പക്ഷെ ഇത് ഓൾറെഡി വളർന്ന് ഗ്രോ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് പുതിയ ഇലകൾ, പക്ഷെ അതിന്റെ 2 ലെവൽ 3 ലെവൽ താഴെ ഇലകളൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകുന്നത് ഒരു പ്രശ്നമുണ്ട്. ടിപ്പ് സൈഡിൽ നിന്നാണ് ദ്രവിച്ചു പോകുന്നത്. അപ്പൊ ഞാൻ നൈട്രജൻ ഫോസ്ഫേറ്റ് യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം അതാണ് തോന്നുന്നു, നൈട്രജൻ ഡെഫിഷ്യൻസി ആണെന്ന് തോന്നുന്നു. പിന്നെ നൈട്രജൻ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫിഷസ് ഒന്നും എന്റെ അക്വേറിയത്തിൽ ഇല്ല. ആകെ 4-5 മീനുകളുള്ളൂ. അപ്പൊ അതിന്റെ വേസ്റ്റിൽ നിന്ന് നൈട്രജൻ ആ പ്ലാന്റ്സിന് മൊത്തം കിട്ടാന്ന് പറയുമ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അതെന്തായാലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഞാൻ രണ്ടാമത് ഇനിയിപ്പോ ആഡ് ചെയ്ത് തുടങ്ങണം. നൈട്രജൻ ഫോസ്ഫേറ്റും രണ്ടാമത് ഇനിയിപ്പോ ആഡ് ചെയ്ത് തുടങ്ങണം. ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നും എന്റെ അക്വേറിയത്തിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 2 മന്തോളായിരുന്നു. ഞാനിതൊരു
കഴിഞ്ഞ ഒരു മാസത്തിന് മേലെയായി തോന്നുന്നു ഞാൻ അക്വരത്തിൽ വെള്ളമേ ഞാൻ മാറ്റിയിട്ടില്ല. പഴയ കണ്ടീഷൻ തന്നെയാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അക്വറിയത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. ഇപ്പൊ ഇത് ഏകദേശം ഒരു മാസത്തിന് മേലെ അങ്ങടായി. ഞാൻ ഇതിലെ വെള്ളം മാറ്റിയിട്ട് ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാറുള്ളൂ. വെള്ളം കുറയുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അത് മാത്രമേ ഞാൻ തൽക്കാലം ഇപ്പൊ ചെയ്യാറുള്ളൂ 1.5 മാസമായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പണ്ട് നിങ്ങൾക്ക് പഴയ വീഡിയോസിലുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ആൽഗയൊക്കെ ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാണാം. പ്രത്യേകിച്ച് ഒരു സൈഡിലും മുന്നിലും ഒരു സാധനത്തുമേയും ഗ്രീൻ ഡസ്റ്റ് ആൽഗയോ വേറെ ബ്ലാക്ക് ബേർഡ് ആൽഗയോ ഒന്നും കാണാനില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ഇപ്പോൾ അക്വേറിയം പോകുന്നത്. പക്ഷെ അതിനകത്ത് ഫെർട്ടിലൈസേഴ്സിന്റെ കുറവുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നൈട്രജന്റെ ഇഷ്യൂ പറഞ്ഞില്ലേ, ഈ ഇല കണ്ടോ, ചെറുതായിട്ട് സൈഡൊക്കെ പോയിട്ട് അവിടെ ഒരു ഇല ഇങ്ങനെ ചെറുതായിട്ട് പൂവാറായി തുടങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഹോൾസും അതുപോലെ തന്നെ നൈട്രജനും ഹോൾസ് വരുന്നത് പൊട്ടാസ്യത്തിന്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. പിന്നെ ഈ ദ്രവിക്കുന്നത് മെയിനായിട്ട് നൈട്രജന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫിഷസ് കണ്ടമാനം വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫിഷൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇഷ്യൂ കുറവായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കണ്ടറിയാം അധികം ഫിഷസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് നൈട്രജന്റെ ഫെർട്ടിലൈസറിന്റെ ഡെഫിഷ്യൻസി വളരെ അധികം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.